ഹലോ. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഞങ്ങളിന്ന് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് കേട്ടോ. കുറച്ച് സീരിയസ് ആണ്, അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്താണ്, ആർക്കാണ്, എന്തിനാണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വരൂ കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനും ഇക്കയും എൻ്റെ കുട്ടിയോടെ പോകുന്നത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. അവിടെ ആലത്തൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയും. ഏകദേശം ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ഹോസ്പിറ്റൽ. ഞങ്ങൾ എന്തിനാണ് ഈ ഹോസ്പിറ്റലിലോട്ട് വന്നതെന്നൊക്കെ ഞാൻ വഴി പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഹോസ്പിറ്റലാണിത്. പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പുതിയ ബിൽഡിങ്സൊക്കെ വരുന്നുണ്ട്, അതിൻ്റേതായ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം സ്ഥലത്തൊക്കെ എത്താറായിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല, ഇനിയും കുട്ടീനെ ഇവിടെ നിർത്തിയിട്ട് എൻ്റെയൊക്കെ അങ്ങേ അറ്റത്ത് പോയിട്ടുണ്ട് കേട്ടോ വണ്ടി വയ്ക്കാൻ. സത്യം പറയുകയാണെങ്കിൽ ഇക്ക വണ്ടി വെക്കാൻ പോയോട് തന്നെയാണ് ഞങ്ങൾക്കും പോകേണ്ടിയിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ഇക്ക എന്നെയും കുട്ടീനെ അവിടെ ഇറക്കി വിട്ടിട്ട് പോയി. ഈ ഒരു ബ്ലോക്ക് വാർഡിലാണ് കേട്ടോ. അപ്പോൾ എന്താ കാരണം എന്ന് ഞാൻ പറയാം. എൻ്റെ ഇക്കാൻ്റെ ഉമ്മാനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തൊക്കെ കേട്ടോ. അപ്പോൾ ഉമ്മാനെ കാണാൻ വേണ്ടിയായിട്ടാണ് വന്നത്. ഉമ്മക്ക് പനി കൂടുതലായതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തൊക്കെയായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടിയാണെങ്കിൽ ഉമ്മാനത്ത് സംസാരിക്കാതെ സമ്മതിക്കാണ്ട് ഒരേ വാശി പിടിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയതിന് ശേഷം ഈ ഒരു സ്ഥലത്താണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇക്ക വന്നു. അപ്പോൾ ഇക്കയും മോളും കൂടെ കളിക്കുകയാണ് കേട്ടോ അവിടെ നിന്നിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ വേറൊരു സ്ഥലത്ത് കൂടെ പോകുന്നുണ്ട്. അത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇക്കാൻ്റെ ഒരു സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ആളുടെ വീട് അത്തിപ്പറ്റ പറയും, അവിടെയാണ്. അപ്പോൾ ആളുടെ വീട്ടിൽ കൂടെ ഒന്ന് പോകണം. ഞാൻ എൻ്റെ താത്താൻ്റെ വീട് കണ്ടിട്ടില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. കാരണം ഹൗസ് വാമിൻ്റെ സമയത്തൊക്കെ ഞാൻ പ്രഗ്നൻസിൻ്റെതായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്ക വേണം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഇതുണ്ട്. അപ്പോൾ താത്താനെ കാണാൻ പോവുകയാണ്. ഏകദേശം ഞങ്ങൾ താത്താൻ്റെ വീട്ടിലെത്താറായിട്ടുണ്ട് കേട്ടോ. അവിടെ താത്താൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദേഴ്സാണ് കേട്ടോ 4 പുറം വീടൊക്കെ വെച്ചിട്ടിരിക്കുന്നത്. താത്താൻ്റെ ഫാമിലിയാണ് 4 പുറം ഉള്ളത്. അവിടെ തന്നെയാണ് താത്തയും വീട് വെച്ചിരിക്കുന്നത്. ഇതാണ് താത്താൻ്റെ വീട്. താത്താൻ്റെ വീട് ഫുള്ള് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കുട്ടിയൊക്കെ ഒന്ന് ഉറങ്ങി നീച്ച് ചായയൊക്കെ കുടിച്ചിട്ട് മെല്ലെ ഇറങ്ങിയിട്ടു ഞങ്ങൾ അവിടെ നിന്ന്. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലോട്ട് മാത്രമാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഞാൻ ഇതിൽ ഇടുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല കാർമേഘം ഉണ്ടായിരുന്നു. മഴ പെയ്യുമെന്നൊക്കെ പേടിച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഈ ഒരു വ്യൂ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. മരങ്ങളും കാർമേഘവും പുഴയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്യൂ ഞാൻ എടുത്തു. പിന്നെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഞങ്ങൾ വീട്ടിലെത്താറായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.